പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെ ഞെട്ടിച്ച മമതാ ബാനർജിയുടെ തോൽവി. ബി.ജെ.പി. സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് 11,105 വോട്ടുകൾക്കാണ് മമത പരാജയപ്പെട്ടത്. 5 വർഷം മുമ്പ് നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയ സുവേന്ദു അധികാരി 2026 ആ ചരിത്രം ആവർത്തിച്ചു. മമതാ ബാനർജി താമസിക്കുന്ന ഖാളിഘട്ട് ഉൾപ്പെടുന്ന ഭവാനിപൂരിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഭവാനിപൂരിലും നന്ദിഗ്രാമിലും വിജയം ഉറപ്പിച്ചതോടെ സുവേന്ദു അധികാരി തന്റെ രാഷ്ട്രീയ കരുത്ത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അതും തന്റെ മുൻ നേതാവും മുഖ്യമന്ത്രി കൂടിയായ മമതയെ പരാജയപ്പെടുത്തിക്കൊണ്ട്. അതേസമയം ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തെരഞ്ഞെടുപ്പിനെ കൊള്ളയടിക്കുകയായിരുന്നുവെന്ന് മമത ആരോപിച്ചു. കേന്ദ്ര സേനയെ ഉപയോഗിച്ച് എല്ലാ ഭാഗത്തു നിന്നും TMCക്കെതിരെ അതിക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മമത പറഞ്ഞു. ഇന്ന് വൈകിട്ടോടെ മാധ്യമങ്ങളെ കാണുമെന്നും മമത കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തേക്ക് മഴ തുടരുമെന്നതാണ് വിലയിരുത്തൽ. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനുമാണ് മുന്നറിയിപ്പുള്ളത്. മധ്യ കേരളത്തിലാണ് ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുള്ളത്. ഇന്നലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയാണ് ലഭിച്ചത്. നാളെ 3 ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് മഞ്ഞ മുന്നറിയിപ്പ്.